തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പായിട്ട് എത്തിക്കോളാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിന് മറുപടി ഒന്നും അവർ പറഞ്ഞിട്ടില്ല, കത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. കത്തിന് കോപ്പിയാണ്. സുപ്രീം കോടതിയിലേക്ക് വല്ലതും സമീപിക്കുന്നുണ്ടോ? പല അഭിപ്രായങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ കമൻറ്റ് നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട്, എല്ലാ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ആ കമൻറ്റുകളെ സംബന്ധിച്ച് അത് സെറ്റ് സൈഡ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള കമൻറ്റുകളുണ്ട്. അതും എന്ത് വേണമെന്നുള്ളത് പാർട്ടിയായിട്ട് ആലോചിച്ച് തീരുമാനിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പി.സി. ജോർജ് പറഞ്ഞ വാക്കുകൾക്കപ്പുറത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അദ്ദേഹം അതിന് കൃത്യമായ ക്ഷമാപണം, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രത്യേകിച്ച് എടുത്തു പറയണം. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇസ്ലാം സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും അതുവഴി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിരുപാധികം ഞാൻ ആ പ്രസ്താവന പിൻവലിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്യുന്നു എന്നുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ ആ വിഷയം കത്തിച്ച് നിർത്തണം. സ്വാഭാവികമായിട്ടും പി.സി. ജോർജിൻ്റെ അറസ്റ്റിലൂടെ ഇവിടെ മതസൗഹാർദ്ദം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കത് ലൈവായിട്ട് നിർത്തണം. ഇപ്പോൾ മനസ്സിലാക്കേണ്ട എല്ലാ കാലത്തും ഈരാറ്റുപേട്ടയെ ഏറെ സ്നേഹിച്ചിട്ടൊരു മനുഷ്യനാണ്. ഇപ്പോൾ ഈ നോട്ടീസ് തന്ന ഈരാറ്റുപേട്ട CI, അത് ഈരാറ്റുപേട്ട CI ഓഫീസ് പി.സി. ജോർജ് ഉണ്ടാക്കിയതാണ്. പി.സി. ജോർജ് ഹാജരാകേണ്ട ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി പി.സി. ജോർജ് ഉണ്ടാക്കിയതാണ്. ഈരാറ്റുപേട്ടയിൽ ഇന്ന് കാണുന്നതെല്ലാം പി.സി. ജോർജ് ഉണ്ടാക്കിയതാണ്. എന്തിനാ ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റിയാണ് കേസ് കൊടുത്തേക്കുന്നത് അല്ലേ? അപ്പോൾ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ലീഗിൻ്റെ എതിർപ്പിനെ അവഗണിച്ച് പി.സി. ജോർജ് UDFിലുള്ള സമയത്ത് ലീഗിൻ്റെ എതിർപ്പിനെ അവഗണിച്ച് പി.സി. ജോർജ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അദ്ദേഹം ഒത്തിരി സ്നേഹിച്ചൊരു സമൂഹം വഴിതെറ്റി പോകുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇപ്പോൾ ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് ഈരാറ്റുപേട്ടയിലുള്ള എല്ലാവരും തീവ്രവാദികളെന്ന് ഒരിക്കലും പി.സി. ജോർജ് പറഞ്ഞിട്ടില്ല. പക്ഷേ തീവ്രവാദ സ്വഭാവമുള്ള സാന്നിധ്യമുള്ള സംഘടനകൾ ഈരാറ്റുപേട്ടയിലുണ്ട് എന്ന് ഈരാറ്റുപേട്ടയെ സ്നേഹിക്കുന്ന ഈ നാടിന് 10-33 വർഷം ഈ നാട്ടിൽ ജനപ്രതിയായിരുന്ന ഒരു വ്യക്തിക്ക് ഈ നാടിന് ആപത്തുണ്ടാകുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ സ്വാതന്ത്ര്യമില്ല എങ്കിൽ ആ സ്വാതന്ത്ര്യം നമുക്ക് നേടിയെടുത്തേ പറ്റുള്ളൂ. അത് അദ്ദേഹം സംസാരിച്ചതിൻ്റെ ഭാഷയുടെ അറ്റത്തും മൂലയിലും വന്നിട്ടുള്ള സ്വാഭാവികം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പി.സി. ജോർജിൻ്റെ സംസാര ശൈലി അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം സംസാരിക്കുന്ന പല കയ്യിൽ ഞാനൊരു കഴിഞ്ഞിട്ടെ, ഹമാസിൻ്റെ നേതാവിനെ കേരളത്തിൽ കൂടെ പ്രസംഗിച്ചവർക്കെതിരെ കേസില്ല. ഹമാസിൻ്റെ നേതാവിനെ ആനപ്പുള്ളത്ത് എഴുന്നള്ളിച്ചവർക്കെതിരെ കേസില്ല. എന്താണ് പി.സി. എന്താണ് ഭരണകൂടം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതുകൊണ്ട് എന്താണ് വ്യത്യാസം വരാൻ പോകുന്നത്? ഒരു കാര്യം തീർത്തു പറയാം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ മതസ്പർദ്ധ വന്നിട്ടുണ്ടോ? അതിൻ്റെ പേരിൽ എവിടെയെങ്കിലും ഈ നിമിഷം വരെ എവിടെയെങ്കിലും അത് മതസ്പർദ്ധ ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയും? ഒരിടത്തും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളും പ്രവർത്തികളും ഏറെക്കുറെ കേരള ജനതയ്ക്കുള്ള നല്ല ബോധ്യമുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞതിൻ്റെ കണ്ടന്റ് എന്താണ്? ഇവിടെയുള്ള തീവ്രവാദ സംഘടനകൾക്കെതിരെ അദ്ദേഹത്തിൻ്റെ പോരാട്ടം ഇന്നും തുടങ്ങിയതല്ല. അദ്ദേഹത്തിൻ്റെ പരാജയം പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താ? പാലക്കാട് ഇത് സംഭവിച്ചു, ഇതിനു മുമ്പ് ഇത് സംഭവിച്ചു പൂഞ്ഞാറിലാണ്, ഇനി സംഭവിക്കാൻ പോകുന്ന തൊടുപുഴയിലാണ്. അപ്പോൾ വർഗീയ ധ്രുവീകരണം നടത്തി ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രാഷ്ട്രീയ സ്വഭാവമുള്ള ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഇത്തരം തീവ്രവാദ സംഘടനകൾക്കെതിരെ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം പി.സി. ജോർജ് തുടരുക തന്നെ ചെയ്യും.